ജീവിതത്തിൽ നമുക്കെന്ത് ഭയപ്പെടാൻ? ഹസ്ബുനല്ലാഹ്, അല്ലല്ലേ നമുക്ക് ഭൗതികമായ എല്ലാ കാരണങ്ങൾക്കും അപ്പുറത്ത് നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് അതുപോലെ തിരിച്ചടച്ചു. മനസ്സിലായി? പിന്നീടുള്ള ടെസ്റ്റുകളിൽ ഒന്നും കണ്ടില്ലെന്നാണ്. സ്വന്തം മക്കൾ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണ്ടേ സുഹൃത്തുക്കളെ? അവർ തന്നെ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ വാപ്പനെ കിട്ടി, അത് സംഭവിക്കും, വിശ്വസിച്ചോളി. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചു, അങ്ങനെ സംഭവിക്കും. മക്കളാ പറയണത്. എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ കയ്യിൽ വെച്ച് ആ മക്കൾ നേരിട്ട് പറഞ്ഞ കാഴ്ച ഞാൻ വെറുതെ പറയല്ല. അള്ളാഹുവിന് പറ്റും, ആ വിശ്വാസത്തോടെ ചോദിച്ചാൽ മതി. എന്തും ചോദിച്ചു അവൻ തരും. ഉദ്ഉനി അസ്തജിബു ലക്കും. പറ്റില്ല സുഹൃത്തുക്കളെ, നമ്മുടെ പിഞ്ചോമന പൈതങ്ങളെ ഒരു വൈകല്യമില്ലാതെ പടച്ചോൻ തന്നിട്ട് പിന്നെ കാവലിനൊരു ചരട് കെട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരല്ല, ആ ചരടിലാണ് തവക്കുൽ. ഒരു നിസ്സാരമായ ചരടിൻ്റെ വില പോലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് നൽകാത്തവന് അള്ളാഹു എന്ത് നൽകാനാണ് സുഹൃത്തുക്കളെ? ഒന്നും നൽകൂല. അവിടെ പടച്ചോനോട് ചോദിക്കുക. എല്ലാം ദീനിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പ്രകാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അർത്ഥവത്തായി ചൊല്ലാൻ നമുക്ക് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴേ ഈ തക്ബീർ അങ്ങനെ ചൊല്ലാൻ പറ്റുള്ളൂ സുഹൃത്തുക്കൾ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പാലിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് അവൻ്റെ കൽപ്പനകളെ അതുപോലെ അനുസരിച്ച് എല്ലാ പരിഹാസങ്ങളെയും ദീൻ്റെ പേരിലുള്ള എല്ലാ പരിഹാസങ്ങളെയും ഒരു ജിഹാദായി ഏറ്റെടുത്ത് ശരിയായ ഇസ്ലാമിക വ്യക്തിത്വത്തോടുകൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ജീവിക്കുവാനുള്ള മനക്കരുത്ത്, അതല്ലേ സുഹൃത്തുക്കളെ സ്വന്തം മകനെ നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകൾ? തീക്കുണ്ടത്തിലേക്ക് അള്ളാഹുവിന് വേണ്ടി എടുത്തു ചാടാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളിൽ മറ്റെന്താണുള്ളത്?